ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒരു റിലേഷൻഷിപ്പില് പല സ്ത്രീകളും അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പുരുഷന്മാരെ മാനിപ്പുലേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ മാനിപ്പുലേഷൻ എന്താണെന്നും ഏത് രീതിയിലാണ് അവർ മാനിപ്പുലേറ്റ് ചെയ്യുന്നതെന്നും നമ്മൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പരിധി വരെ അതിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ അവരുടെ വലയിൽ വീഴാതിരിക്കാനായിട്ട് സാധിക്കും. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കോമൺ ആയിട്ട് സ്ത്രീകൾ യൂസ് ചെയ്യുന്ന മാനിപ്പുലേഷൻ ടെക്നിക്കുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇതിൽ ഒന്നാമത്തെ ടെക്നിക്കാണ് ഗിൽറ്റ് ട്രിപ്പിംഗ്. ഗിൽറ്റ് ട്രിപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ഉള്ളില് ഒരു ഗിൽറ്റ് ഉണ്ടാക്കിയിട്ട് ആ ഗിൽറ്റ് മുതലെടുത്തുകൊണ്ട്, അതായത് ഒരു കുറ്റബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ട് ആ കുറ്റബോധം മുതലെടുത്തുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്ന ഒരു ടെക്നിക്കാണിത്. ഇതിനു വേണ്ടിയിട്ട് സ്ത്രീകൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പോ ഹസ്ബൻഡിന്റെ സൈഡിൽ നിന്ന് ഈ സ്ത്രീയെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ടെങ്കിൽ, മേ ബി അത് ഒരുപാട് കാലം മുന്നേ വന്നൊരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ സ്ത്രീയെ വേദനിച്ചു അല്ലെങ്കിൽ സ്ത്രീക്ക് വേദനിക്കപ്പെട്ടു എന്ന് തോന്നുന്ന എന്തെങ്കിലും ഒരു കാര്യം, ഒരു പ്രവൃത്തി അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രവൃത്തിയെ വെച്ചിട്ടായിരിക്കും പിന്നീട് അങ്ങോട്ട് ഈ സ്ത്രീകള് ഗെയിം കളിക്കുന്നത്. അതായത് ഈ സ്ത്രീകൾ പറയും, നീ അന്ന് ചെയ്ത കാര്യം എനിക്ക് ഒരുപാട് വേദനിച്ചു, എനിക്ക് ഒരുപാട് സങ്കടം ഉണ്ടായി, അല്ലെങ്കിൽ നീ അന്ന് പറഞ്ഞ കാര്യം എനിക്ക് വളരെയധികം ഹേർട്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇമോഷണൽ ഡ്രാമ അവിടെ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അവരൊരു വിക്ടിം കാർഡ് പോലെ അല്ലെങ്കിൽ അവരൊരു പാവം പോലെ ആക്ട് ചെയ്തിട്ട്, നിനക്ക് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ നീ ആ ഒരു കാര്യം എനിക്ക് ചെയ്തു തരുമായിരുന്നു, അല്ലെങ്കിൽ നിനക്ക് എന്നോട് അത്ര ഇഷ്ടം ഉണ്ടെങ്കിൽ നീ എൻ്റെ കൂടെ വരും, അല്ലെങ്കിൽ നിനക്ക് എന്നോട് അത്രമാത്രം റെസ്പെക്ട് ഉണ്ടെങ്കിൽ നീ ആ ഒരു സാധനം എനിക്ക് വാങ്ങി തരുമായിരുന്നു. ഇങ്ങനെ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഗിൽറ്റിനെ അല്ലെങ്കിൽ നിങ്ങളുടെ കുറ്റബോധത്തെ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണിത്. രണ്ടാമത്തെ കാര്യം സൈലന്റ് ട്രീറ്റ്മെന്റ് ആണ്. അതായത് നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ രണ്ട് പാർട്ട്ണർ ആണെങ്കിലും ആഗ്രഹിക്കുന്നത് അത് സംസാരിച്ച് സോൾവ് ചെയ്യണം എന്നുള്ളതായിരിക്കും. അതിപ്പോ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും. അപ്പോ ഈ ഒരു സിറ്റുവേഷന് അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലത്തിന് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ അട്രാക്ഷൻ ഒന്നുകൂടി കൂട്ടാൻ വേണ്ടിയിട്ട് ചില സ്ത്രീകൾ ചെയ്യാറുണ്ട് സൈലന്റ് ആയിട്ട് ഇരിക്കുക. അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ അതിനെക്കുറിച്ച് ഒന്നും പറയില്ല. ആ പ്രശ്നത്തിൽ അവർക്ക് ഹേർട്ടായി എന്നും പറയില്ല, അല്ലെങ്കിൽ ആ പ്രശ്നത്തിൽ അവർക്ക് പ്രശ്നമൊന്നും ഇല്ല എന്നും പറയില്ല, ഒന്നും പറയില്ല. ന്യൂട്രൽ ആയിട്ട് മിണ്ടാണ്ടിരിക്കുക. പിന്നെ നമ്മളോട് അവർ കാണിച്ചിരുന്ന സ്നേഹവും അഫെക്ഷനും കെയറും ഒക്കെ അങ്ങോട്ട് വിത്ഡ്രോ ചെയ്യും. അതായത് നമ്മളോടൊരു സ്ട്രേഞ്ചറിനെ പോലെ ആയിരിക്കും ഇവർ ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ ഈ ഒരു പെരുമാറ്റ രീതി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ എന്താണെന്ന് ഇവർ തുറന്ന് പറയുന്നില്ല. അപ്പോൾ ആസ് എ ഹ്യൂമൻ എന്നുള്ള രീതിയിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആവാൻ തുടങ്ങും, നമ്മൾ ടെൻഷൻ ആവാൻ തുടങ്ങും. അങ്ങനെ സമയം കഴിയും തോറും നമ്മൾ വളരെയധികം ഇറിറ്റേറ്റ് ആവാൻ തുടങ്ങും. നമ്മൾ അതുപോലെ തന്നെ ഇമോഷണലി ഡൗൺ ആവാൻ സ്റ്റാർട്ട് ചെയ്യും. കാരണം ഇവരെന്താന്നുള്ളത് ഓപ്പൺ ആയിട്ട് പറയുന്നില്ല. അപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങൾ ആലോചിച്ചിട്ടും ഓവർ തിങ്ക് ചെയ്തിട്ടും ടെൻഷൻ അടിച്ചിട്ടും വിഷമിച്ചിട്ടും ഒക്കെ നമ്മൾ ആ ഒരു ടൈമിങ്ങിനെ കടന്നു പോകും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സൈലന്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ അബ്യൂസ് ആണ്. ഒരാളോടും നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ ഇവരിടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ അവർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവരോടുള്ള അട്രാക്ഷൻ കൂടും. അതായത് ഈ സൈലന്റ് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ആളോട് ഈ ചെയ്യപ്പെടുന്ന ആളിന് അട്രാക്ഷൻ കൂടും. അപ്പൊ അത് മനസ്സിലാക്കി ഇവര് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു സൈലന്റ് ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതും ഒരു മാനിപ്പുലേഷൻ ടെക്നിക്കാണ്. ഇനി മൂന്നാമത്തെ കാര്യം വിക്ടിം പ്ലേ ആണ്. അതായത് ഇവരുടെ തെറ്റൊരിക്കലും സമ്മതിക്കില്ല. ഇപ്പൊ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായി, ഇവരൊരു തെറ്റ് ചെയ്തു, ഇവർ 4 സൈഡിൽ നിന്നും പിടിക്കപ്പെട്ടു, അതായത് എല്ലാവിധ തെളിവോട് കൂടി നമ്മൾ ഇവരെ പിടിച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ ഇവർ പറയുന്ന ഒരു കാര്യമാണ്, നീ കാരണമാണ് ഞാൻ ഈ ഒരു തെറ്റ് ചെയ്തത്, നീ അന്ന് എന്നോട് അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് എനിക്കിപ്പോ ഈ ഒരു കാര്യം ചെയ്യേണ്ടി വന്നത്, അല്ലെങ്കിൽ നീ എന്നെ കെയർ ചെയ്യാത്തത് കൊണ്ടാണ്, നീ എന്നെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ വന്ന് നിൽക്കേണ്ടി വന്നതെന്ന് പറഞ്ഞിട്ട് ആ ഒരു തെറ്റിനെ കംപ്ലീറ്റ്ലി അങ്ങോട്ട് ട്വിസ്റ്റ് ചെയ്ത് നിങ്ങളുടെ തലയിൽ കൊണ്ടുവന്ന് അങ്ങോട്ട് ഇട്ട് തരും. എന്നിട്ട് അവരവിടെ വിക്ടിം പ്ലേ ഇങ്ങനെ കളിക്കുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കും. അതായത് അവരൊരു പാവാണ്, അവരുടെ സിറ്റുവേഷൻ കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്, നിങ്ങൾ കാരണമാണ് അവർ ഈ ഒരു തെറ്റ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തന്നെ തോന്നും ശരിക്കും ഞാൻ കാരണമാണോ അവൾ ഈ ഒരു തെറ്റ് ചെയ്തത് എന്നൊരു സിറ്റുവേഷനിൽ നിങ്ങളെ കൊണ്ടെത്തിക്കും. ഇതും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മാനിപ്പുലേഷൻ ടെക്നിക്കാണ്. ഇനി നാലാമത്തെ കാര്യം ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ആണ്.
ഇത്തരത്തിലുള്ള സ്ത്രീകൾ പലപ്പോഴും പല കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യാറുണ്ട്. ബ്ലാക്ക് മെയിൽ എന്ന് പറയുമ്പോൾ വലിയ വലിയ ഞാൻ നീ ചെയ്താ തെറ്റ് ഞാൻ പുറത്ത് ലോകത്തോട് വിളിച്ചു പറയും, അങ്ങനത്തെ ബ്ലാക്ക് മെയിൽ അല്ല കേട്ടോ. ഇവർ ചെയ്യുന്ന ബ്ലാക്ക് മെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വിസിബിൾ ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് പോലും മനസ്സിലാവില്ല ഇവർ നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യാണെന്നുള്ളത്. അത്തരത്തിലുള്ള ഒരു രീതിയായിരിക്കും. അതിന് എക്സാമ്പിൾ ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ അവർ പറയും, നീ എൻ്റെ കൂടെ ഇന്ന് വന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിന്റെ ജോലി മാറ്റി വെച്ച് നീ എൻ്റെ കൂടെ വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ നിന്നോട് ഒരാഴ്ചത്തേക്ക് മിണ്ടില്ല കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അയ്യോ ഒരാഴ്ചത്തേക്കൊക്കെ നമ്മളോട് മിണ്ടാണ്ടിരിക്കുമെന്ന് വിചാരിച്ചിട്ട് അവർ പറയുന്ന ആ ഒരു കാര്യം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും, അവരുടെ കൂടെ പോകും, നമ്മളുടെ തിരക്കുകളൊക്കെ മാറ്റിവെക്കും. ഇതൊരു രീതി. ഇനി രണ്ടാമതായിട്ട് അവർ പറയും ചിലപ്പോ, നീ അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകട്ടോ, അല്ലെങ്കിൽ നിന്നെ വിട്ട് ഞാൻ പോവും, പിന്നെ ഞാൻ നിന്നെ പഴയ പോലെ സ്നേഹിക്കില്ല, നിനക്ക് എന്നെ പഴയ പോലെ കിട്ടില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ നമ്മളെ ഇമോഷണലി ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമുക്കും ഒരു ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നിൽക്കുമ്പോൾ ഇനി അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ നമ്മളോട് മിണ്ടാണ്ടിരിക്കുമോ, അല്ലെങ്കിൽ അവര് നമ്മളോട് ഏത് രീതിയിലാണ് റിയാക്ട് ചെയ്യാന്ന് പേടിച്ച് നമ്മൾ ജീവിക്കേണ്ടി വരും. അപ്പൊ മനസ്സിലാക്കുക, ഇതും ഒരു മാനിപ്പുലേഷൻ ടെക്നിക്കാണ്. നിങ്ങൾ ഒരിക്കലും ഇതിലെ വീണ് പോവരുത്. ഇനി അഞ്ചാമത്തെ ഒരു ടെക്നിക്കാണ് ഗ്യാസ് ലൈറ്റിംഗ്. ഈ ഒരു വേർഡ് മേ ബി നിങ്ങൾക്ക് അത്ര ഫെമിലിയർ ആയിരിക്കില്ല. ഈ ഒരു വേർഡ് കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു സംഭവം നടന്നു, അതായത് അത് മേ ബി അവരുടെ സൈഡിൽ നിന്നുള്ള ഒരു മിസ്റ്റേക്ക് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമാവാം, അത് നടന്ന ഒരു കാര്യമാണ്. പക്ഷെ അവരെന്ത് ചെയ്യും എന്നറിയോ, അത് നിഷേധിക്കും. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഇപ്പൊ അവര് പുറത്തു പോയി എന്ന് വിചാരിക്കുക, അവരവരുടെ ഫ്രണ്ട്സിന്റെ കൂടെ അല്ലെങ്കിൽ ആരുടെങ്കിലും ഒക്കെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു സിറ്റുവേഷനിൽ അവർ പുറത്തു പോയി. അപ്പൊ ഇതിനെക്കുറിച്ച് അവരോട് ചോദിക്കുന്ന സമയത്ത് ഇവർ കംപ്ലീറ്റ്ലി നിഷേധിക്കും, ഞാനത് ചെയ്തിട്ടില്ല. അങ്ങനെ അവരുടെ ആ ഒരു നിഷേധിക്കലും തെളിവ് നിരത്തലൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നിപ്പോവും, ശരിക്കും ഇത് നടന്നിട്ടില്ലേ, നമ്മൾ ഇമാജിൻ ചെയ്തതാണോ, അല്ലെങ്കിൽ നമുക്ക് ഹാലൂസിനേഷൻ വന്നതാണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. ആ രീതിയിൽ കാര്യങ്ങളെ കൊണ്ട് എത്തിക്കാൻ കഴിവുള്ള ആളുകളായിരിക്കും ഈ മാനിപ്പുലേഷൻ ചെയ്യുന്ന ആളുകൾ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ ഈ പറഞ്ഞ ടെക്നിക്കുകളിൽ ഒന്നോ രണ്ടെണ്ണോ ഒക്കെ സിമിലർ ആയിട്ട് മേ ബി നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് കൺഫേം ചെയ്യരുത്. ഇതിൽ പറഞ്ഞ എല്ലാ ടെക്നിക്കുകളും അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങളോട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങളുടെ പാർട്ട്ണർ ഒരു മാനിപ്പുലേറ്റർ ആയിരിക്കാം. അപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് വളരെയധികം അൺഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു റിലേഷൻഷിപ്പിൽ വരാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. സോ ശ്രദ്ധിക്കുക, ഇനി ഇത്തരത്തിലുള്ള ചതിക്കുഴികളിൽ പോയി വീഴാതിരിക്കാനായിട്ട് ശ്രമിക്കുക. സോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളതും കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സർവീസുകൾ ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇറ്റ്സ് മീ രാഷ്ന സൈനിങ് ഓഫ്.